അപ്പോൾ ഓണമൊക്കെ അടുത്ത് വന്നിട്ടോ. അപ്പോൾ നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാനായിട്ടൊരു കിടിലൻ രസത്തിൻ്റെ റെസിപ്പി ആയാലോ. ഇത്തവണത്തെ ഓണത്തിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂണ് കുരുമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുരുമുളകുമാണ് രസത്തിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണ് കുരുമുളകും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു 6 എണ്ണം ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. നമ്മളെ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ ഇതാണ് ഈ കൂട്ട്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കുന്ന നേരത്ത് നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു മൺചട്ടിയിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിൻ്റെ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ബാക്കി വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പും ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ വാളംപുളി ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞൊഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ 3 കുരു പുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക വലുപ്പത്തിലൊരു പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. പുളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. തക്കാളിയൊന്നും അതിൽ കാണാത്ത വിധത്തിൽ നല്ലപോലെ ഉരതി ഉടച്ചു കൊടുക്കാം കേട്ടോ. തീ കുറച്ച് ഇതൊന്നും കൂടെ തിളച്ച് വരണം. പച്ചമുളക് ഒന്നും കൂടെ വേവാനുണ്ട്, തക്കാളിയൊക്കെ. അപ്പോൾ അതൊന്നും കൂടി നല്ലപോലെ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ രസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയണതിന് നമ്മൾ ഈ ലാസ്റ്റ് കറിയിലേക്ക് ഈ മൂപ്പിച്ചിട്ട് ഒഴിക്കണ ഈ മസാലയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മസാല മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടച്ച ശേഷം നമുക്ക് കറി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള കുരുമുളകൊക്കെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ചട്ടിയിൽ തന്നെ മീൻ പൊരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് വത്തളി മീനാണ് കേട്ടോ. അപ്പോൾ അത് മസാല വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ കറി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ആ ചൂടോട് തന്നെ നമുക്കതിലേക്ക് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 1/2 ടീസ്പൂണ് കായം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസം റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.